ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഒരു ഈവനിങ് വ്ളോഗായിട്ട് കരുതാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഫുൾ ഇഫ്താറിൻ്റെ റെസിപ്പീസും ഇഫ്താറും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ഈവനിങ് വ്ളോഗാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ റെസിപ്പീസ് എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്ത് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഷെയ്ക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു മിക്സ്ഡ് ഫ്രൂട്ട് ഷേക്കാണ് കേട്ടോ. അപ്പോൾ അതിലോട്ട് സ്ട്രോബെറി അതുപോലെ തന്നെ ചെറുപഴമാണ് ചേർത്തി കൊടുക്കുന്നത്. അപ്പോൾ സ്ട്രോബെറിയും ചെറുപഴവും ഒക്കെ ഞാൻ നന്നായിട്ട് ഫ്രീസ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ചേർത്തി കൊടുക്കുന്നുണ്ട്. ഒരു 3 പഴം, ഒരു 4-5 ചെറിയ സ്ട്രോബെറിയാണ് എടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ ഇതിലോട്ട് കുറച്ച് പാകത്തിന് മാത്രം പഞ്ചസാര ചേർത്തി കൊടുക്കുക. അപ്പം നമ്മളിത് ഫ്രീസ് ചെയ്തിട്ട് എടുത്തു എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, നമ്മൾ കട്ടപ്പാൽ ഇല്ലാന്നുണ്ട് വെച്ചെങ്കിലും ശരിക്കും കട്ടപ്പാൽ എടുത്തിട്ട് അടിച്ച പോലെ നല്ല തിക്കായിട്ട് ഉള്ള ഷേക്ക് കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ മധുരം ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്തി കൊടുക്കുക. അപ്പം ഞങ്ങൾ ഒരു മീഡിയം ലെവലിൽ മധുരം ചേർത്തി കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിലോട്ട് ചേർത്തി കൊടുത്തത് 2-3 ഈത്തപ്പഴമാണ് കേട്ടോ. രണ്ടും വളരെ കുറച്ച് മാത്രം മതിയാവും ഈത്തപ്പഴം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് എന്തായാലും ഈത്തപ്പഴം കഴിക്കും. അപ്പോൾ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ, 2 എണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ അതിലോട്ട് ഞാനത് നേരത്തെ തിളപ്പിച്ചിട്ട് വെച്ചിട്ടുള്ള പാലാണ് കേട്ടോ ഇപ്പോൾ ചേർത്തി കൊടുത്തത്. അപ്പോൾ അതായത് ഫ്രിഡ്ജിൽ തന്നെയായിരുന്നു എടുത്തിട്ട്, അങ്ങനെ ഫ്രീസ് ചെയ്തിട്ടുള്ള പാലല്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സിയിൽ ഇട്ടിട്ട് കഷ്ണങ്ങളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. എന്നതിന് ശേഷം വീണ്ടും പാൽ ആവശ്യത്തിന് ചേർത്തി കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളവും ചേർത്തിയിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സിയിൽ അങ്ങോട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഷേക്ക് ഇവിടെ റെഡിയായി. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഷേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു റിഫ്രഷിങ് ഡ്രിങ്ക് പോലെയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിച്ചിട്ട് കുടിക്കില്ലേ, അതിനെക്കാട്ടി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനത് വന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അത് ഫസ്റ്റ് തന്നെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിലോട്ട് കുറച്ച് നട്ട്സ് ചേർത്തി കൊടുക്കാമെന്ന്. അപ്പോൾ നട്ട്സിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബദാമാണ്. ബദാം ഇതുപോലെ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അത് ചേർത്തി കൊടുക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു കയ്യിൽ, അപ്പോൾ അതും കുറച്ച് എടുത്ത് ചേർത്തി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷേക്ക് റെഡിയായി. അപ്പോൾ ഷേക്ക് നേരെ കൊണ്ടുപോയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് എന്താ തയ്യാറാക്കിയെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം കലക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നീടുള്ള പരിപാടി. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നേരത്തെ നാരങ്ങയുടെ വെള്ളം, അതായത് നന്നായി സിറപ്പൊക്കെ ഒഴിച്ചിട്ട് തയ്യാറാക്കി വെച്ചത് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ചും കൂടി ടാങ്കിൻ്റെ പൗഡറും അതിലേക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർത്തിങ്ങണ്ട് ജസ്റ്റ് ഒന്ന് കലക്കുകയാണ് ചെയ്യുന്നത്. വേറെ ഒന്നും അതിൽ ആഡ് ചെയ്യണില്ല കേട്ടോ. എന്നിട്ട് അത് നേരെ കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്, നാരങ്ങ വെള്ളമാണ്. ടാങ്കൊന്നും ഇക്കാക്ക് അധികം ഇഷ്ടമല്ല. പക്ഷെ ഇത് നോക്കി ഈ ഒരു റെസിപ്പിക്ക് ഇക്കാക നല്ല കമൻ്റാണ് കേട്ടോ തന്നത്. ഇക്കാക്ക് അറിയേയില്ല, നേരത്തെ കലക്കി വെച്ച വെള്ളത്തിൽ കൂടെ മിക്സ് ചെയ്തിട്ട് തന്നതാണെന്ന് അറിയേയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വെള്ളം റെഡിയായി. അപ്പോൾ അത് നേരെ കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചു. തണുപ്പിക്കാനുള്ളതൊക്കെ ഫസ്റ്റ് തന്നെ ചെയ്തു വെച്ചു എന്ന് വെച്ചാൽ അത് കുറച്ച് നേരം ഫ്രിഡ്ജിലിരുന്നാലേ പെട്ടെന്ന് തന്നെ തണുക്കുമല്ലോ. അപ്പോൾ അത് കാരണം ആ 2 പരിപാടിയും വേഗം തന്നെ തീർത്ത് വെച്ചു കേട്ടോ. പിന്നെ എടുത്തത് വന്നിട്ട് സോയാബീനാണ്. ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ പത്തിരിയും സോയാബീൻ്റെ മസാലയാണ് കേട്ടോ. അപ്പോൾ മോനക്ക് ചിക്കൻ എന്നല്ല, അവനക്ക് ഫിഷ്, മുട്ട ഒന്നും കഴിക്കാൻ പാടില്ലാത്തത് കാരണം സോയാബീൻ വെച്ചിട്ട് മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സോയാബീൻ വെച്ചിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ എപ്പോഴും ചെയ്യാറ് എന്താണെന്ന് വെച്ചാൽ അത് തിളപ്പിക്കുക ചെയ്യാം. അല്ലാണ്ട് നേരത്തെ കൂട്ടിയിട്ട് അത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുതിരാൻ വെക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. അത് നേരത്തെ എപ്പോഴാണ് നമ്മൾ ഉണ്ടാക്കണ ആ ടൈമിലൊന്നും എടുത്തിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കും. അപ്പോൾ അതവിടെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് അതേപോലെ പത്തിരിക്ക് വെള്ളവും വെച്ചിട്ടുണ്ട്. പത്തിരിയുടെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയുന്ന കാരണം ഞാൻ പത്തിരിയുടെ റെസിപ്പിയുടെ വീഡിയോ ഷൂട്ട് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ബാക്കിയുള്ള റെസിപ്പീസിൻ്റെയൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ 2 പൊരി ഐറ്റംസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരൊറ്റൊരു റെസിപ്പി വെച്ചിട്ട് ഒരൊറ്റൊരു ബാറ്റർ വെച്ചിട്ട് തന്നെ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ഉഗ്രൻ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും.
അപ്പോൾ ഇത് വന്നിട്ട് ഫസ്റ്റ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സവാളയാണ്. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കുക. അതുപോലെ ഒരുപാട് ഐറ്റംസോ കാര്യങ്ങളൊന്നും ഇതിലേക്ക് വേണ്ട കേട്ടോ. അപ്പോൾ അത് ചേർത്തി കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ അതിലോട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് അത് ചേർത്തി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വന്നിട്ട് റമദാനിന് പ്രിപ്പറേഷൻസ് പറഞ്ഞിട്ട് ഒരു കാര്യവും ഞാൻ ചെയ്തു വെക്കാറില്ല. അപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്ത് വെക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അധികം പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ ചെയ്യാൻ മാത്രം വെറൈറ്റീസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല. അത് കാരണമാണ് കേട്ടോ മെയിനായിട്ട്. അത് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഉപകാരമായിരിക്കും എന്ന് ചില സമയത്ത് വീഡിയോ ഒക്കെ കാണുമ്പോൾ തോന്നും. പിന്നെ അങ്ങനെയൊന്നും അതിലേക്ക് മെനക്കെടാറില്ല. അതാണ് മെയിനായിട്ട്. അപ്പോൾ ഇതിലോട്ട് കുറച്ച് കടലമാവും അതുപോലെ തന്നെ കുറച്ച് അരിപ്പൊടിയും അതുപോലെ കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂണോളം മൈദപ്പൊടിയും ആണ് ചേർത്തി കൊടുത്തിട്ടുള്ളത് കേട്ടോ. പൊടി ഐറ്റംസ് ആയിട്ട്. അപ്പോൾ നമ്മൾ പൊടിയൊക്കെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പൊടി ഐറ്റംസും കാര്യങ്ങളും ചേർത്തി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ സോയാബീൻ തിളച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ ആ സോയാബീൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യാണ്. ജസ്റ്റ് ഒന്ന് നമ്മൾ ഓഫ് ചെയ്യുന്നതിൻ്റെ മുമ്പിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു സ്പൂൺ വെച്ചിട്ട്. അപ്പോൾ ആ പൊന്തി നിൽക്കണതൊക്കെ ഒന്ന് താഴത്തോട്ട് പോവുകയും ചെയ്യും. എല്ലാവിടെയും കറക്റ്റായിട്ട് വെന്തിട്ടും ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇപ്പോൾ നമുക്ക് ആരെങ്കിലും ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാക്കുക എന്നുള്ളത് ഇരിക്കേണ്ട ആവശ്യമില്ല. സോയാബീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെക്കുക, അങ്ങനെയൊന്നും ആവശ്യമില്ല. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഇതിലോട്ട് നമ്മളുടെ ബജിയിലേക്ക് ചേർത്തി കൊടുക്കണത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്തി കൊടുക്കുന്നത്. അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും ഇതും മാത്രം ചേർത്തി കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. പിന്നീട് ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തി കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലൊരു ബാറ്റർ പോലെ ആക്കി എടുക്കുക. അപ്പോൾ നല്ല തിക്കായിട്ടോ നല്ല ലൂസായിട്ടോ ഉള്ള ബാറ്റർ അല്ല നമുക്ക് ആവശ്യം. അതിൻ്റെ ഒരു ഇടത്തരത്തിൽ നിൽക്കുന്ന ബാറ്ററാണ് കേട്ടോ. കാരണം ഒരുപാട് ലൂസായി എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ബജി ഫ്ലോപ്പായി പോവും. അത് കാരണമാണ്. അപ്പോൾ എന്തെന്നാ പറയുക, അപ്പോൾ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ബാറ്റർ തയ്യാറാക്കി എടുക്കുക. അപ്പോൾ ഈ ബാറ്റർ വന്നിട്ട് എന്തിൻ്റെ ബജിക്കുള്ളതാണെന്ന് വെച്ചാൽ നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് ബജി ഉണ്ടാക്കുന്നത്. അപ്പോൾ ബ്രെഡ് വന്നിട്ട് ഞാൻ ഇവിടെ 4 സ്ലൈസസ് ആക്കി എടുക്കുകയാണ്. 3 ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് വന്നിട്ട് 4 സ്ലൈസസ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിലോ എന്തിലോ ആണെങ്കിലും നിങ്ങൾക്ക് വലുപ്പമോ അതിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. അതുപോലെ ബ്രെഡ് ബജിക്കുള്ള എണ്ണ അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫസ്റ്റ് തന്നെ നമ്മൾ ബ്രെഡ് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. ബ്രെഡ് ബാറ്ററിൽ മുക്കിയിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സവാളയും കാര്യങ്ങളൊക്കെ അതിൽ പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് മുക്കിയെടുത്തിട്ട് വേണം പൊരിച്ചെടുക്കാനായിട്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി കഴിഞ്ഞു എന്ന് വെച്ചാൽ നമ്മളെ ബജി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ബജി എടുക്കാവുന്നതാണ് നമുക്ക് എണ്ണയിൽ നിന്ന്. പിന്നീട് ഞാൻ അതേ സെയിം ബാറ്ററിൽ 2 ബ്രെഡ് നന്നായിട്ട് പൊടിച്ചിട്ട് കൈയായിട്ട് തന്നെ കേട്ടോ നന്നായിട്ട് പൊടിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു പൊക്കവട നമ്മൾ ഉണ്ടാക്കില്ലേ, പൊക്കവടയൊക്കെ, അതിൻ്റെ ഒരു സെയിം ബാറ്റർ പോലെ റെഡിയായി എന്ന് വെച്ചാൽ വീണ്ടും പിച്ചിട്ട് പൊക്കവട പോലെ കുഞ്ഞ് ഇതുപോലെ ആക്കിയിട്ട് എണ്ണയിലേക്ക് ചേർത്തി കൊടുക്കുക. അപ്പോൾ അത് വെറൈറ്റി ഒരു ടേസ്റ്റാണ്. നമ്മൾ ബ്രെഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും, അതെന്തായാലും കൺഫേമാണ്. അപ്പോൾ എണ്ണക്കടികളുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ആകെ ഒരു ഐറ്റം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ. പിന്നെ ഉണ്ടാക്കിയപ്പോൾ പിന്നെ മാവ് എന്തായാലും ബാക്കിയായിട്ട് വന്നത് കണ്ടപ്പോൾ പിന്നെ അതിൽ കൂടെ തന്നെ ഇങ്ങനെ ഒരു ഐറ്റം കൂടി ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എന്തായാലും ഈ 2 ഐറ്റം അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ രസനവെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞതും എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. കാരണം എനിക്കൊരു കമൻറ്റ് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എണ്ണക്കടി
റെഡിയായി. ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ സോയാബീൻ്റെ മസാല എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതാണ്. ഒരുപാട് ഗ്രേവി ടൈപ്പിലുള്ള മസാല അല്ല കേട്ടോ തയ്യാറാക്കുന്നത്. ഒത്തിരി ഡ്രൈ ആയിട്ടുള്ള മസാലയാണ്. അപ്പോൾ പത്തിരിക്ക് എന്തായാലും തേങ്ങാപ്പാൽ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതും ഈ ഡ്രൈ ആയിട്ടുള്ള മസാലയും കൂടിയിട്ടാകുമ്പോൾ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചെറിയുള്ളി, അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ സവാള, തക്കാളി എല്ലാം എടുത്തിട്ട് ഫസ്റ്റ് തന്നെ നേരാക്കിയതിന് ശേഷം പിന്നീട് അത് നന്നായിട്ട് കഴുകാൻ എടുക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ ഞാൻ നാഷ്തയും കറികളും എന്താണ് വെച്ചാലും തയ്യാറാക്കുക. ഫസ്റ്റ് തന്നെ നമുക്ക് ഫസ്റ്റ് കഴിക്കാനുള്ള ഫ്രൂട്ട്സും അതുപോലെ തന്നെ ജ്യൂസാണ് വെച്ചെങ്കിൽ അത്, ഷെയ്ക്ക്, അങ്ങനെ ഉള്ള ഐറ്റംസ് ഫസ്റ്റ് തന്നെ തയ്യാറാക്കി വയ്ക്കുകയാണ് ആദ്യത്തെ പരിപാടിയായിട്ട് ഞാൻ ചെയ്യാറുള്ളത്. കാരണം എന്തെന്ന് വെച്ചാൽ എപ്പോഴും നാഷ്ത അതൊക്കെ നിസ്കരിച്ച് വന്നതിന് ശേഷമേ കഴിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ മുമ്പിട്ട് നോമ്പ് തുറക്കുമ്പോൾ തന്നെ വേണ്ട കാര്യങ്ങൾ ഫസ്റ്റ് തയ്യാറാക്കി വെക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ടാണ് നാഷ്തയുടെ ഐറ്റംസൊക്കെ ഏറ്റവും ലാസ്റ്റിക്ക് പോകുന്നത്. പിന്നെ ഈ ഒരു 4:30 ആ ടൈമേ ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ. ഇവിടെ നല്ല മഴക്കാറുണ്ടായിരുന്നു. അത് കാരണമാണ് വീഡിയോ നല്ല ക്ലിയർ കുറവ്. പക്ഷെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല മഴക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും ചതയ്ക്കുക എങ്ങനെയെന്ന് വെച്ചാൽ ചതയ്ക്കല്ല അരച്ചെടുക്കുക എങ്ങനെയെന്ന് വെച്ചാൽ എല്ലാം കൂടിയിട്ട് അങ്ങോട്ട് മിക്സിയിലിട്ടിട്ട് ഒരൊറ്റ കറക്കാണ്. അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യില്ല കേട്ടോ. ഇഞ്ചി വേറെ, വെളുത്തുള്ളി വേറെ, പച്ചമുളക് വേറെ അങ്ങനെയൊന്നും ചെയ്യൊന്നുമില്ല. എല്ലാം കൂടി ഇട്ടിട്ട് ഒരു കറക്കം അങ്ങോട്ട് കറക്കിയെന്ന് വെച്ചാൽ എല്ലാം ഒരുമിച്ചായല്ലോ. അപ്പോൾ അതിൽ എനിക്ക് വേറെ ടേസ്റ്റ് ഡിഫറൻസ് അങ്ങനെയൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ പിന്നീട് നമ്മളുടെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവാള അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഈ സവാള വന്നിട്ട് ഞാൻ 2 സവാള മീഡിയം സൈസിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ നന്നായിട്ട് അരിയുകയാണ്. അപ്പോൾ ഞാൻ എന്തുണ്ട് വെച്ചെങ്കിലും ഫസ്റ്റ് തന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ട് ആണ് ഉള്ള എല്ലാ പരിപാടിക്കും നിൽക്കുക. അപ്പോൾ ഒക്കെ അപ്പപ്പോൾ ആയത് അങ്ങനെ അതിലേക്ക് ചേർത്തി കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള വെട്ടിക്കഴിഞ്ഞതിന് ശേഷം ആ എണ്ണയിലേക്ക് ഫസ്റ്റ് തന്നെ സവാള ചേർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടത് വഴറ്റാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തു. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കുമ്പോഴേക്കും, അതായത് ഇനി ബാക്കി തയ്യാറാക്കാന്ന് വെച്ചാൽ തക്കാളി അത് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതുപോലെ തന്നെ കറിവേപ്പില, മല്ലിയില, അത് മസാല ഡപ്പകൾ എടുത്ത് വെക്കുക. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കണതിൻ്റെ ഉള്ളിൽ നമ്മളുടെ സവാള എന്തായാലും വാടിയിട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴും എൻ്റെ പരിപാടി ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ സവാള ഇവിടെ ഏകദേശം നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് ബാക്കി എന്തൊക്കെ ചേർത്തി കൊടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയാണ് ഞാൻ ചേർത്തി കൊടുക്കുന്നത്. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പിന്നീട് ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ അരപ്പ് ചേർത്തി കൊടുക്കുക. അതേപോലെ തന്നെ ചുവന്നുള്ളി ഒക്കെ ചേർത്തിട്ടുള്ള അരപ്പാണത്. അത് ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. അതിൻ്റെ പച്ചമണവും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് ഉള്ള തക്കാളി അരിഞ്ഞിട്ട് അത് ചേർത്തി കൊടുക്കുക. അപ്പോൾ എപ്പോഴും ഞാൻ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് നല്ല പോലെ ഒന്ന് അത് വഴറ്റിയെടുത്തതിന് ശേഷം മാത്രമാണ്, അതുപോലെ തന്നെ തക്കാളിയൊക്കെ നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ മറ്റുള്ള ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല കുഴമ്പൽ പോലെ ഉണ്ടാവും ചെയ്യും, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇനി നമ്മൾ തക്കാളി ഇപ്പോൾ ചേർത്തി കൊടുത്തിട്ടുണ്ട്. 3 ചെറിയ തക്കാളിയാണ് ചേർത്തി കൊടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ നന്നായിട്ട് മസാലയൊക്കെ കിടന്നിട്ട് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുന്ന വരെ വഴറ്റി കൊടുക്കാം. വഴറ്റി കൊടുത്തിട്ട് മാത്രമാണ് നമ്മൾ ചേർക്കുന്നുള്ളൂ, മസാലപ്പൊടികളൊക്കെ ചേർത്തി കൊടുക്കണുള്ളൂ. സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ട് ഇനിയും. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ പൊടി ഐറ്റംസാണ് ചേർത്തി കൊടുക്കുന്നത്. പൊടികളെന്ന് വെച്ചിട്ട് ഒരുപാട് പൊടികളോ കാര്യങ്ങളോ ഒന്നും ചേർത്തി കൊടുക്കണില്ല. അതാണ് ഞാൻ പറഞ്ഞത് സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണെന്ന്. അപ്പോൾ അതിലേക്ക് വന്നിട്ട് ഞാൻ ഒരു 1.5 ടീസ്പൂൺ വന്നിട്ട് ചിക്കൻ മസാലയുടെ പൊടി ചേർത്തി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗരം മസാല അങ്ങനെയൊക്കെ ചേർത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെയും ചേർത്തി കൊടുക്കാം കേട്ടോ. പിന്നീട് ഞാനതിലോട്ട് വന്നിട്ട്
ഒരു പാകത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ പാകത്തിന് കുറച്ച് മുളക് പൊടിയും ചേർത്തി കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മസാലയിൽ മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ അത് രണ്ടും ചേർത്തി കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ചെടുത്ത ആ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം നമ്മൾ മസാലയിലേക്ക് ചേർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി മസാല ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇനി നമുക്ക് ഇതിലോട്ട് സോയാബീൻ ചേർത്തി കൊടുക്കാം. സോയാബീൻ എങ്ങനെ ചേർത്തുക എന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് വേണം കേട്ടോ. അപ്പോൾ നമ്മൾ അരിപ്പയിൽ വെച്ചിട്ട് അരിച്ച് വെള്ളമൊക്കെ നന്നായിട്ട് സ്ട്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ചിങ്ങിലും കൂടി നന്നായിട്ട് അതിലത്തെ വെള്ളം നന്നായി പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം നമ്മൾ മസാലയിലേക്ക് സോയാബീൻ ചേർത്തി കൊടുക്കാൻ. എന്നാൽ അത് കറക്റ്റായിട്ട് സോയാബീൻ്റെ ഉള്ളിലേക്കൊക്കെ ആ മസാല പിടിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ചിങ്ങിൽ സോയാബീൻ നമ്മൾ തിളപ്പിക്കുമ്പോഴോ അല്ല ചിങ്ങിൽ നമ്മൾ കുതിരാൻ വേണ്ടിയിട്ട് വെക്കുമ്പോഴൊക്കെ വെച്ചിട്ടുള്ള ആ വെള്ളം പുറമേ കാണില്ല വെച്ചെങ്കിലും അതിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ ഉള്ളിലേക്ക് ആ മസാല കറക്റ്റായി പിടിക്കില്ല. പിന്നെ എന്താ പറയുക, ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടൂല. അപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് വേണം സോയാബീൻ അതിലോട്ട് ചേർത്തി കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഈ മസാലയല്ല, ഇപ്പോൾ നിങ്ങൾ എന്തൊരു ഐറ്റം ഉണ്ടാക്കുകയാണെന്ന് വെച്ചെങ്കിലും സോയാബീൻ വെച്ചിട്ട് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുകയാണെന്ന് വെച്ചെങ്കിലും ശരി, എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ശരി, അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. അതിൻ്റെ ഒരു റിസൾട്ട് വേറെ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ സോയാബീനൊക്കെ ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനത് നന്നായിട്ട് മസാലയിൽ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മസാല ഒന്ന് പിടിക്കുന്ന വരെ, സോയാബീനിലൊന്ന് ഈ മസാലകളെല്ലാം പിടിക്കുന്ന വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് നേരം നമ്മൾ സോയാബീൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സോയാബീൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്തി കൊടുത്തിട്ടാണ് കേട്ടോ സോയാബീൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തത്. അപ്പോൾ നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് തേങ്ങാപ്പാൽ. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ. അപ്പോൾ തേങ്ങാപ്പാലിൽ ചിലവർക്ക് പഞ്ചസാര ഇട്ടിട്ട് കഴിക്കണമായിരിക്കും ഇഷ്ടം. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൽ കുറച്ച് ഒരു നുള്ള് ഉപ്പ് ചേർത്തി കൊടുത്തിട്ട് വെക്കുകയാണ് കേട്ടോ. അതാണ് എനിക്കിവിടെ ഇഷ്ടം. അപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ നാശ്ത പരിപാടി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേറെ ഐറ്റംസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഷെയ്ക്ക് ഒട്ടും പ്രതീക്ഷിക്കാണ്ടായിരുന്നു. ഷെയ്ക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കടയിൽ നിന്ന് മേടിച്ചിട്ട്. അപ്പോൾ അധികമൊന്നുമില്ല, കുറച്ച് തന്നെ. അതും പിന്നെ ചായക്കുള്ള കടിയും ഒക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കാട്ടിലുമൊക്കെ എന്താണ് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമായി പറഞ്ഞു. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യണ വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. അപ്പോൾ ഒരിക്കലും സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടേബിളിൻ്റെ മുകളിലെല്ലാം കൊണ്ടുപോയിട്ട് വെച്ചുകൊണ്ട് എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിരുന്നിട്ട് നോമ്പ് തുറക്കുകയാണ്. അപ്പോൾ നോമ്പ് തുറക്കുന്ന ഐറ്റംസ് ഇതൊക്കെയാണ്. പിന്നെ നാശ്ത എന്തായാലും കൊണ്ടുവന്ന് വെച്ചിട്ടില്ല, പക്ഷെ സോയാബീൻ്റെ മസാല കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തായാലും ഇപ്പോൾ കഴിക്കില്ലല്ലോ, അത് കാരണം. ഒന്ന് പറയാം, നേരത്തെ പറഞ്ഞതൊന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും നാശ്തയും കാര്യങ്ങളൊക്കെ കഴിക്കൽ തുടങ്ങി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈവനിങ് വ്ളോഗ്. ഇന്നത്തെ അല്ല, ഇന്നലത്തെ ഈവനിങ് വ്ളോഗ്. ഞാൻ ഇന്നലെ തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല, തിരക്കായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരുപാട് ടയേർഡായി. ഇപ്പോൾ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനും കഴുകി വെക്കാനും ഒതുക്കി വെക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ പ്ലീസ് സപ്പോർട്ട് മീ. Thank you so much for watching my video.